നമുക്കൊപ്പം കോയമ്പത്തൂരിനെ കുറിച്ച് പറയാൻ എസ് രഞ്ജിത്തും വി എസ് രഞ്ജിത്തും രണ്ട് രഞ്ജിത്തുമാരെയാണ് നമ്മൾ കോയമ്പത്തൂരിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ വെൽക്കം ടു ഗുഡ് ഈവനിംഗ് ഷോ ഗൈസ്. നമുക്ക് ഇവിടെ പറഞ്ഞു പോകേണ്ട മറ്റൊരു പേര് കൂടിയുണ്ട്. എസ് രഞ്ജിത്ത് അഴിമതി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മുൻമന്ത്രി സെന്തിൽ ബാലാജി തീരുമാനിക്കും കോയമ്പത്തൂർ ആര് പിടിക്കണമെന്ന്. ബാലാജി കൂടി പറഞ്ഞിട്ടാണ് DMK-യുടെ പി രാജ്കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. കരൂരിലേക്ക് പോകുന്ന ബാലാജി, അതോടൊപ്പം തന്നെ സെന്തിൽ ബാലാജി വേഴ്സസ് അണ്ണാമലൈ എന്ന രീതിയിൽ നിൽക്കുമ്പോൾ DMK-ക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാം ഇക്കുറി കോയമ്പത്തൂരിൽ? എസ് രഞ്ജിത്ത്. തീർച്ചയായും DMK സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് DMK മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ അല്പം മുമ്പ് പ്ലേ ചെയ്ത സ്റ്റോറിയിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അണ്ണാമലൈ വേഴ്സസ് സ്റ്റാലിൻ എന്ന നിലയിലാണ് ഇപ്പോൾ ഈ കോയമ്പത്തൂർ മണ്ഡലത്തിലെ പോരാട്ടം പോകുന്നത്. കാരണം തമിഴ്നാട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ ഒരു മണ്ഡലമായി ഇപ്പോൾ കോയമ്പത്തൂർ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ CPM-ൽ നിന്ന് DMK ഈ സീറ്റ് ഏറ്റെടുക്കുന്നതിലൂടെ ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് DMK-യും അതുപോലെ തന്നെ MK സ്റ്റാലിനും. കാരണം ഈ സീറ്റ് വിഭജന ചർച്ചകളുടെ തുടക്കത്തിലൊക്കെ ഈ തങ്ങളുടെ സീറ്റ്, അതായത് ഈ CPM-ൻ്റെ സിറ്റിംഗ് സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് കമലഹാസന്റെ കടന്നുവരവുണ്ടാകുന്നത്. DMK-യുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ ഈ കമലഹാസൻ ഈ ഒരു സീറ്റിന് വേണ്ടി പിടിമുറുക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ CPM-ലേക്ക് തന്നെ ഈ സീറ്റ് ലഭിക്കും എന്ന ഒരു പ്രതീതി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി CPM-ൽ നിന്ന് ഈ സീറ്റ് DMK ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഒരുപാട് ലക്ഷ്യങ്ങൾ DMK കാണുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അതായത് ഇപ്പോൾ പല ഘട്ടങ്ങളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോയമ്പത്തൂരിൽ സന്ദർശനം നടത്തിയിരുന്നു, അവിടെ റോഡ് ഷോ നടത്തിയിരുന്നു. ആ ഒരു കാര്യങ്ങളിലൂടെ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു സ്വാധീനം ഈ കോയമ്പത്തൂരിൽ BJP ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ BJPക്ക് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കോയമ്പത്തൂർ. വ്യവസായ നഗരമായ ഈ കോയമ്പത്തൂരിൽ അവിടെ BJP സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ജനപ്രിയ നേതാവ് അണ്ണാമലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭയം NDA-യുടെ ഉള്ളിലുണ്ട്. ആ ഒരു തീരുമാനം, ആ ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകണം ഈ സീറ്റ് CPM-ൽ നിന്ന് DMK ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടതും അത്തരത്തിലുള്ളൊരു നടപടിയുമായി മുന്നോട്ട് പോയതും. ഏറ്റവും ഒടുവിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പോലും വളരെ സൂക്ഷ്മത പുലർത്താൻ MK സ്റ്റാലിന് കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. മണ്ഡലത്തിൽ വളരെയധികം സ്വാധീനമുള്ള ജയലളിതയുടെ വിശ്വസ്തനായിരുന്ന ഒരാളെ തന്നെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുന്നു. അപ്പോൾ വളരെ കരുതലോടുകൂടി മറുപക്ഷം, അതായത് BJP-യും അണ്ണാമലയും മുന്നോട്ട് പോകുമ്പോൾ അതിലേറെ കരുതലോടുകൂടി തന്നെ DMK-യും MK സ്റ്റാലിനും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ DMK-യെ കടന്നാക്രമിച്ചുകൊണ്ട് ഈ പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നേറുന്നൊരു കാഴ്ച അണ്ണാമലയുടെ ഭാഗത്ത് നിന്ന് BJP-യുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രചരണത്തെ മറികടക്കും വിധം ഈ DMK-യുടെ പ്രചരണവും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് നിലവിൽ നമുക്ക് തമിഴ്നാട്ടിലെ ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി കോയമ്പത്തൂർ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ മുന്നിലുള്ളത്. ഓക്കെ, 1998-ലും 99-ലും കണക്ക് നോക്കിയാൽ CP രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ MP ആയിരുന്നു. എസ് രഞ്ജിത്ത് പറഞ്ഞു നിർത്തിയതിൽ നിന്ന് വി എസ് രഞ്ജിത്ത് ഒരു വിയുടെ അകലമേ ഉള്ളൂ. പക്ഷേ അണ്ണാമലയും രാജ്കുമാറും തമ്മിലുള്ള അകലമെന്ന് പറയുന്നത് അതിലും വലുതല്ലേ? അണ്ണാമലൈ ഇതിനിടയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് അതുക്കും മേലെ നിൽക്കില്ലേ? അത് DMK-ക്കും DMK-ക്കും ഒക്കെ ഒരു ആശങ്കയാകുന്നുണ്ടോ കോയമ്പത്തൂരിൽ? വി എസ് രഞ്ജിത്ത്. തീർച്ചയായിട്ടും ഇന്ന് സൗത്ത് ഇന്ത്യയിൽ BJP-യുടെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവായി ഉയർത്തിക്കാണിക്കാൻ സാധിക്കുന്നു. തമിഴ്നാടിൻ്റെ മാത്രമല്ല, കേരളത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു ഫാൻ ബേസ് രൂപപ്പെട്ട ഒരു നേതാവാണ് അണ്ണാമലൈ എന്ന് പറയുന്നത്. 39 വയസ്സുള്ള ഒരു IPS ഓഫീസറായിരുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ സ്വാധീനം തമിഴ്നാട്ടിൽ വ്യാപകമായി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ദ്രാവിഡ രാഷ്ട്രീയത്തിനകത്തേക്ക് ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇടിമുഴക്കം സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്തൊരു നേതാവ് തന്നെയാണ് അണ്ണാമലൈ. അദ്ദേഹം എൻ മക്കൾ എൻ മണ്ണ് എന്ന രീതിയിലൊരു യാത്ര തമിഴ്നാട്ടിലുടനീളം നടത്തിയിരുന്നു. ആ യാത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നവമാധ്യമങ്ങൾ വളരെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു നേതാവ് കൂടിയാണ്. ഏതായാലും കോയമ്പത്തൂരിനെ സംബന്ധിച്ച് കോയമ്പത്തൂർ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ആ വ്യാവസായിക ഏരിയ മാത്രമല്ല, കമ്മ്യൂണലി കുറച്ച് സെൻസിറ്റീവായ ഒരു ഏരിയ കൂടിയാണ്. അവിടുത്തെ ബ്രാഹ്മണ രാഷ്ട്രീയം, അവിടുത്തെ തമിഴ് രാഷ്ട്രീയം ഒക്കെ കുറച്ചൊരു സെൻസിറ്റീവാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന രീതിയിൽ വികസന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട് BJP. അണ്ണാമലൈ മുന്നോട്ട് വെക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഒരു വിഷൻ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കോയമ്പത്തൂരിൻ്റെ കമ്മ്യൂണൽ
പൊളിറ്റിക്സിൽ ഒരു ഇടം പിടിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇതും അണ്ണാമലയ്ക്ക് പോസിറ്റീവാണ്. ഒപ്പം തന്നെ അണ്ണാ DMK AIDMK തകർന്നതോടുകൂടി AIDMKയുടെ സ്പേസിലേക്ക് DMKയോട് ഇടിച്ചു നിൽക്കാൻ പറ്റുന്നൊരു പാർട്ടിയായി BJPയെ വളർത്തിയെടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അണ്ണാമലയുടെ തന്നെ ഒരു മുദ്രാവാക്യമുണ്ട്, 2026 ഞങ്ങൾ DMKയെ തകർക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന DMKയെ ഇല്ലാതാക്കി ഞങ്ങൾ മുന്നോട്ട് വരും എന്നുള്ളൊരു മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അപ്പോൾ സ്വന്തമായി ഒരു വിഷനുള്ള ദ്രാവിഡ രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇടം പിടിക്കാമെന്ന് ചിന്തിക്കുന്ന അതിനൊരു മിഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു IPS ഓഫീസർ, 39 വയസ്സുകാരൻ, ഒരു ചെറുപ്പക്കാരൻ, ഈ എല്ലാ ആനുകൂല്യങ്ങളും കൂടിയാണ് അവിടെ അണ്ണാമലൈ മത്സരിക്കുന്നത്. ഒപ്പം അവിടെ AIDMKയുടെ സപ്പോർട്ടോട് കൂടിയാണെങ്കിൽ കൂടി സൗത്ത് കോയമ്പത്തൂർ മണ്ഡലത്തിൽ BJPയുടെ വാനതി ശ്രീനിവാസനാണ് MLA. അക്കാര്യം കൂടി BJPക്ക് ഗുണകരമായി ഈ തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അണ്ണാമലയ്ക്ക് ഒരു മറുതന്ത്രം മെനയുക എന്ന് പറയുന്നത് എത്രത്തോളം എളുപ്പമായിരിക്കും? പ്രത്യേകിച്ചും അവിടെ നിർത്തിയിരിക്കുന്ന മറ്റു 2 സ്ഥാനാർത്ഥികളെയും വെച്ച് നോക്കുമ്പോൾ ഒരു മാൻ ആൻഡ് മെഷീൻ, അത് രണ്ടും BJP കോയമ്പത്തൂരിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ചയും ഇല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും അവിടെ നരേന്ദ്രമോദി വന്നിറങ്ങി റോഡ് ഷോ നടത്തുമ്പോൾ നരേന്ദ്രമോദി അണ്ണാമലയുടെ പേര് പ്രഖ്യാപിക്കുന്ന സമയത്ത് അണ്ണാമലൈ തമിഴ്നാടിന് മൊത്തമായിട്ടൊരു നേതാവ് കൂടിയാണ്. തമിഴ്നാടിനെ മൊത്തം ഇളക്കി മറിക്കാൻ സാധിക്കുന്ന, തമിഴ്നാടിൽ മൊത്തം ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരു BJPയുടെ മുഖമായി അവതരിപ്പിക്കപ്പെട്ട ആളാണ്. അപ്പോൾ അണ്ണാമലയ്ക്ക് വേണ്ടി തമിഴ്നാട് മൊത്തം കോയമ്പത്തൂരിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ BJP സംഘടനാ ശക്തി മുഴുവൻ കോയമ്പത്തൂരിൽ കേന്ദ്രീകരിച്ചാൽ പോലും അതിൽ അതിശയപ്പെടാനില്ല. മാത്രമല്ല BJPയുടെ കേന്ദ്ര നേതൃത്വം ഇത്തവണ പ്രതീക്ഷിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏകദേശം 79 സീറ്റ് പിടിക്കുമെന്നാണ് BJPയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ കണക്ക്. അതിൽ ഏറ്റവും ഉറച്ച സീറ്റായി BJP കണക്കാക്കുന്ന ഒരു സീറ്റാണ് കോയമ്പത്തൂർ സീറ്റ്. സ്വാഭാവികമായിട്ടും അണ്ണാമലയുടെ സംഘടനാ സംവിധാനം പൂർണ്ണമായിട്ടും അവിടെ ഉപയോഗിക്കപ്പെടും. അണ്ണാമലയുടെ പ്രൊഫൈൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവും. അതിനെ കിടപിടിക്കാൻ DMK പാടുപെടുകയാണ് എന്നുള്ള കാര്യം വസ്തുതയാണ്. ഓക്കെ, VS രഞ്ജിത്തും S രഞ്ജിത്തുമാണ് കോവൈ പോര് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഒരു അരസിയൽ ഗലാട്ടെ എന്ന് പറയാവുന്നതാണ് ഇത്തവണ നടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് പോകുന്നത് നമ്മുടെ അയൽപ്പക്കത്താണ്, തമിഴ്നാട്ടിലും തെലങ്കാനയിലും. അപ്പോൾ തെക്കേ ഇന്ത്യയുടെ മുഴുവൻ ആ ഒരു പൊളിറ്റിക്കൽ പൾസും ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർക്ക് നേരിട്ടറിയാം. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്നൊക്കെയുള്ള തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരു കംപ്ലീറ്റ് ഇലക്ഷൻ എക്സ്പീരിയൻസിന് പ്രേക്ഷകർ തുടരുക. റിപ്പോർട്ടറിനോടൊപ്പം നമ്മൾ തിരികെ എത്തും.